അസ്സലാമു അലൈക്കും. സഫർ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച. നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല അല്ലേ? നമ്മളെ പടച്ച റബ്ബ് നമുക്ക് ദാരിദ്ര്യത്തിലാണെങ്കിലും നമ്മൾ കഷ്ടപ്പാടിലാണെങ്കിലും നമുക്ക് എന്ത് തന്നെ തന്നിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ ആദ്യം അൽഹംദുലില്ലാഹ് തന്നെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടത്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹു പരീക്ഷിക്കുക 3 വിധത്തിൽ. ഒന്ന് സാമ്പത്തികമായിട്ട്, ഒന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, 3 നമുക്ക് രോഗങ്ങൾ കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുന്നുള്ളത് കാര്യമായിട്ട് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടുന്നത്. എന്നാൽ അതിനെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് പടച്ച റബ്ബുണ്ട്, തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇനി മറ്റൊരാൾ, നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാ ഭാരം ഏൽപ്പിച്ചിട്ട് നമ്മൾ എന്ത് നിസ്കാരം എടുത്താലും ദിക്റെടുത്താലും സ്വലാത്ത് എടുത്താലും അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇനി പറയാൻ പോകുന്നത് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. സഫറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം, അതിന് കഴിയാത്തവർ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം, അതുമല്ല സുബഹിക്ക് മുമ്പായിട്ട് 2 സ്വലാത്ത് നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചൊല്ലണം. ഒന്ന് താജ് സ്വലാത്തും ഒന്ന് ഫാത്തിഹ സ്വലാത്തും. ഈ 2 സ്വലാത്തുകൾക്കും അതിശക്തമായ കഴിവുകളുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു 2 സ്വലാത്തുകളാണിത്. നമുക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ താജ് സ്വലാത്ത് നമ്മൾ മന്ത്രിച്ചൂതി കുടിക്കുകയാണെങ്കിൽ നമ്മൾ സകല രോഗങ്ങൾക്കും ഷിഫ കിട്ടുക തന്നെ ചെയ്യും. ദാരിദ്ര്യം നീങ്ങാൻ, മാനസിക പ്രയാസം നീങ്ങാൻ, കടുത്ത പ്രതിസന്ധികൾ നീങ്ങാൻ, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ താജ് സ്വലാത്ത് ചെല്ലുക. നമുക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, നമ്മളെ കാര്യങ്ങൾ എളുപ്പമാവാൻ, ഏത് വഴിക്ക് പോയാലും മുട്ടും തടസ്സങ്ങളും നീങ്ങിക്കിട്ടാൻ ഫാത്തിഹ സ്വലാത്തും കൂടെ പിടിക്കുക. ഈ 2 സ്വലാത്തുകൾ നിങ്ങൾ മറക്കാതെ ചെല്ലുക. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളിത് ചൊല്ലിപ്പോരുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്വപ്നത്തിൽ കാണാനുള്ളൊരു ഭാഗ്യം കൂടി ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, റബ്ബിലേക്ക് ഇഖ്ലാസോട് കൂടി സങ്കടത്തോടു കൂടി കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കിബിലക്ക് മുന്നിട്ട് നിങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ ഇത്രയും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വിശേഷപ്പെട്ട ദിക്റുകളോ സ്വലാത്തുകളുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കുക. തീർച്ചയായും നിങ്ങളെ ഉത്തരം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും. ദുആക്കുള്ള മറുപടി ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തീർച്ചയായിട്ട് തരും. അതുകൊണ്ട് നിങ്ങളാരും മാനസികമായിട്ട് തളരാനോ സങ്കടപ്പെടാനോ നിങ്ങൾ പോവേണ്ടതില്ല. റബ്ബിന് കഴിയാത്തതായിട്ട് മറ്റൊന്നും ആർക്കൊണ്ടും ഇത് കഴിച്ചിലാക്കിയെടുക്കാൻ നമ്മളെ പ്രയാസങ്ങളെ കഴിയില്ല. സമാധാനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരോടൊക്കെ വിളിച്ച് പറയുമായെങ്കിലും നമുക്ക് സമാധാനം തരേണ്ടത് പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് നിങ്ങളെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം പറയുക. അപ്പോൾ ഇന്ന് മറക്കാതെ ഈ താജ് സ്വലാത്തും ഫാത്തിഹ സ്വലാത്തും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ഹൈറായൊരു ജീവിതം എല്ലാവർക്കും റബ്ബ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.